ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു അപരിചിതനായിട്ടുള്ള ഒരു അൺനോൺ നമ്പർ വിളിച്ചത് പ്രകാരം അങ്ങോട്ടേക്കാണ് വരുണും രാധികയും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. അപ്പം രാധിക വരുണിനോട് പറയുന്നുണ്ട്, ഇവിടെ പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ലല്ലോ, ഇങ്ങോട്ടേക്ക് വരാനാണല്ലോ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും കുറച്ച് മുന്നോട്ടേക്കായിട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് മറ്റാരും തന്നെ ആയിരുന്നില്ല, നമ്മുടെ കിഷോർ തന്നെയായിരുന്നു. അപ്പം നല്ലൊരു ഇൻട്രോ ഒക്കെ കൊടുത്ത് കിഷോർ തിരിഞ്ഞ് നോക്കുകയാണ്. ആദ്യം തന്നെ മര്യാദയോടുകൂടി രാധിക ചോദിക്കുന്നുണ്ടായിരുന്നു, എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ വീഡിയോ അയച്ചതെന്നൊക്കെ. ആ സമയത്താണ് തിരിഞ്ഞു നിന്ന് കിഷോറിനെ കണ്ട സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം അമ്പരന്നുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ്, വരുണും രാധികയും കൂടെ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിഷോറിനെ കണ്ട ഒരു ആശ്ചര്യം തന്നെയായിരുന്നു അവരുടെ രണ്ടുപേരുടെ മുഖത്ത്. അപ്പം പുച്ഛത്തോടെ എന്നൊരു മട്ടിൽ രാധിക ചോദിക്കുന്നുണ്ട്, നീയോ? അതുപോലെ തന്നെ വരുണ് ചോദിക്കണം, നീയാണോ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? അപ്പോൾ ഒരു പരിഹാസം കലർന്നയും പകു കലർന്നയായിട്ടുള്ള മുഖഭാവത്തോടു കൂടിയാണ് കിഷോർ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അടുത്തെത്തിയ കിഷോറിനോടായിട്ട് രാധിക ചോദിക്കുന്നുണ്ട്, ആ വീഡിയോ എങ്ങനെ നിൻ്റെ കയ്യിലെത്തി? അപ്പോൾ കിഷോർ കുറച്ച് ജാടയൊക്കെ ഇടുകയാണ്. വെയിറ്റ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ തരാം. എനിക്ക് കിട്ടിയ വീഡിയോൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ബാക്കി കൂടി കാണാൻ ആഗ്രഹമില്ലേ? അപ്പോഴേക്കും വരുണ് ദേഷ്യത്തോടെ പറയും, ഡാ, നീ ഞാൻ ചോദിച്ചതിന് സമാധാനം പറ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയേ? അപ്പോൾ കിഷോർ ദേഷ്യത്തോടെ പറയും, ഏയ് ഇങ്ങോട്ട് ചോദ്യം വേണ്ട, പറയുന്നത് മാത്രം കേട്ടാൽ മതി. അതിനുശേഷം കിഷോർ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് പോയിട്ട് കാറിൻ്റെ ബോണറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അതിനുശേഷം ലാപ്ടോപ്പ് എടുത്തിട്ട് അവരോടായിട്ട് പറയുന്നുണ്ട്, ഗീതു ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ മുഴുവൻ പാർട്ടാണ്, കാണ് എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് ഗീതു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ അവർക്ക് മുന്നിൽ അവിടെ തുറന്ന് വെക്കുകയാണ്. അമ്പരന്നുകൊണ്ട് രാധികയും വരുണും കൂടെ ആ സീനുകൾ കാണുകയാണ്. അതായത് ഗീതു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ തല്ലുകയല്ല കൊല്ലുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് രാധിക പറഞ്ഞ് ചൂടായ കാര്യങ്ങളും, വരുണ് മുറിയിൽ പോയി പറഞ്ഞ കാര്യങ്ങളും, അതുപോലെ തന്നെ സുവർണ പറഞ്ഞതും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വരുണ് പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അതായത് വരുണ് രാധിക അറിയാതെയാണല്ലോ സംസാരിക്കുന്നത്, അതൊന്നും രാധികക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായില്ല. മാത്രമല്ല സുവർണ പറഞ്ഞത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പൂജ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പൂജാരിയുടെ അടുത്ത് വെച്ചിട്ട്, അതായത് ജ്യോത്സ്യൻ്റെ അടുത്ത് വെച്ചിട്ട് ഗീതു പറഞ്ഞ വാക്കുകളുണ്ടായിരുന്നു, കണ്ണേട്ടൻ്റെ ജീവൻ ആപത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കിഷോർ. അവർ വീഡിയോ കണ്ട് ഞെട്ടുന്ന സമയത്ത് കിഷോർ പോയി അവിടെ തീയൊക്കെ കാഞ്ഞ് മൂളിപ്പാട്ടൊക്കെ പാടി വിസിലൊക്കെ ചൂളൊക്കെ അടിക്കുകയാണ്. കണ്ണേട്ടൻ്റെ ആയുസ്സിന് വേണ്ടി ചിലരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അവർ നിയമത്തിന് മുന്നിൽ കുടുക്കിയാലേ എനിക്കും കണ്ണേട്ടനും ആയുസ് നീട്ടിക്കിട്ടൂ എന്ന് ഗീതു പറയുന്ന വാക്കുകളുണ്ടായിരുന്നു. അപ്പം അതാണ് കിഷോർ പറയുന്നത്, ചിരിച്ചുകൊണ്ട് ഒരു പകയോടെ ഒരു കൗശല ചിരിയോടുകൂടിയാണ് കിഷോർ പറയുന്നത്, അവിടെ മുതൽ ഞാൻ ഗീതുവിന് പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പം ഞെട്ടിക്കൊണ്ടാണ് രാധികയും വരുണും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അതേസമയം ഗീതു അന്ന് ഫൈനലായിട്ട് സുവർണയോട് സംസാരിച്ചതിന് ശേഷം വിജയലക്ഷ്മിനെ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ പുറത്ത് ഒരു എന്താ പറയുക രഹസ്യ കേൾവിക്കാരനായിട്ട് കിഷോർ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗീതു വിജയലക്ഷ്മിയോട് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു സഞ്ചരിക്കുന്ന ഹിഡൻ ക്യാമറയാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഈ തെളിവുകളൊക്കെ എടുത്തിട്ടുള്ളത്, ഇന്ന് വൈകുന്നേരം എന്തായാലും കലാശക്കൊട്ടാണ് എന്നൊക്കെ, അതായത് അറക്കൽ വെച്ചിട്ട് കലാശക്കൊട്ടാണെന്നൊക്കെ വിജയലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കിഷോർ കേട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ മുന്നേ സ്റ്റോറി പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാത്തത് കേട്ടോ. കിഷോർ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സമയത്ത് ഗീതു പറയുന്ന വാക്കുകളുണ്ട്, ഞങ്ങൾക്ക് നേരെ നടന്ന എല്ലാ വധശ്രമങ്ങൾക്ക് പിന്നിലും രാധികാമ്മയും വരുണുമാണെന്നുള്ള കാര്യം എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. അപ്പം കിഷോർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്ത് തെളിവുകളായിരിക്കും ഇവളുടെ കയ്യിലുള്ളത്? സ്വയം എന്താ പറയുക തെളിവുകളായിട്ട് ഇതാക്കുക എന്ന് പറയുമ്പോൾ ഹിഡൻ ക്യാമറ ആയിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ തെളിവാണ് ലാപ്ടോപ്പിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ കിഷോർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആ സമയം ഓടിപ്പഞ്ഞത് മുൻപ് നടന്ന കാര്യങ്ങളാണ് ഓർത്തെടുക്കുന്ന രീതിയിൽ കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അവർണിക വരുന്നുണ്ട്. അപ്പോൾ അവർണിക കിഷോറിനോടായിട്ട് പറയുകയാണ്, അപ്പം ഗീതുവിൻ്റെ ക്യാബിൻ്റെ മുന്നിൽ നിന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായത്, അത് വേറെ വഴിയൊന്നുമില്ലല്ലോ, ഗീതുവിൻ്റെ കയ്യിലാണല്ലോ ലാപ്ടോപ്പും ക്യാമറയൊക്കെ ഉള്ളത്, അപ്പോൾ എടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവർണിക വന്നിട്ടുണ്ടായിരുന്നത്. അവർണിക പറയുന്നുണ്ട്, കിച്ചു, ഗോവിന്ദ് സാർ ഒരു സ്ത്രീയുമായി എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെക്കുക. അപ്പോൾ കിഷോർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് അവർണിക പറയാണ്, വിസിറ്റേഴ്സ് ഏരിയയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന CCTV ക്യാമറകൾ ഓഫ് ചെയ്യാൻ വരുൺ സാർ പറഞ്ഞു. ശരി, ഞാൻ ഓഫ് ചെയ്യാം എന്നും പറഞ്ഞ് കിഷോർ പോയതിന് ശേഷമായിരുന്നു അവർണിക വന്നിട്ട് ഗീതുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് അന്നത്തെ സമയത്ത് തട്ടിക്കയറി മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അനുവാദം ചോദിക്കാതെ. അതായത് ഗോവിന്ദ് സാറിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയാൻ. ആ സമയത്താണ് ഗീതു ലാപ്ടോപ്പും ക്യാമറയും, അതായത് ലോക്കറ്റും അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കിഷോർ തിരിച്ചു വന്ന സമയത്ത് ഗീതുവിനെയും കൂട്ടിയിട്ട് അതിവേഗം തന്നെ അവർണിക പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കിഷോർ ചിന്തിക്കുകയാണ്, വിസിറ്റേഴ്സ് ഏരിയയിലെ ക്യാമറ മാത്രമല്ല, ഈ ഓഫീസിലെ മുഴുവൻ ക്യാമറകൾ ഓഫ് ചെയ്താൽ ഈ സമയത്ത് എനിക്കതൊരു ഉപകാരം ഉണ്ടാവും, അപ്പോൾ മാത്രമേ എൻ്റെ ജോലിക്കൊരു തെളിവും ബാക്കിയില്ലാതെ ആവുള്ളൂ. അതിനുശേഷം ഗീതുവിൻ്റെ മുറിയിൽ വരികയും ഗീതുവിൻ്റെ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് അതിൽ നിന്ന് ആ വീഡിയോസൊക്കെ കിഷോർ അവൻ്റെ പെൻഡ്രൈവിലേക്ക് മാറ്റുകയാണ്. അപ്പം ഒരു എന്താ പറയുക കൗശലക്കാരനായ ഒരു വ്യക്തിയുടെ ചിരിയായിരുന്നു ആ സമയത്ത് കിഷോറിനുണ്ടായിരുന്നത്. മുഴുവനായിട്ട് പെൻഡ്രൈവിലേക്ക് മാറ്റിയതിന് ശേഷം കിഷോർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനിയാണ് യഥാർത്ഥ ഗെയിം, ഇനി ഈ ഗെയിം ഞാൻ നിയന്ത്രിക്കും.
അതിനുശേഷം ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ലാപ്ടോപ്പിന് മുകളിലുണ്ടായിരുന്ന ആ ഒരു മാലയും അതിൻ്റെ ലോക്കറ്റും കിഷോർ കാണുന്നത്. അപ്പം കിഷോർ അത് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം കിഷോർ തന്നെ സ്വയം ചിരിച്ചുകൊണ്ട് പറയും, ആഹാ, ഇതാണ് ഗീതു തെളിവുകൾ ഉണ്ടാക്കിയ ഹിഡൻ ക്യാമറ. അതിനുശേഷം ഒരു ചിരിച്ചുകൊണ്ട് അതിൽ നിന്നും അതിൻ്റെ SD കാർഡ് പുറത്തേക്ക് എടുക്കുകയാണ്. ശേഷം കിഷോറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ SD കാർഡ് അതിലേക്ക് ഇട്ടിട്ട് ചിരിക്കുന്നുണ്ട് പരിഹസിച്ചുകൊണ്ട്. എന്നിട്ടെല്ലാം പഴയതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഒരു വിജയിച്ച ഭാവത്തോടെ ആ പുറയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കാര്യങ്ങൾ അത്രയും അവിടെ ഇരുന്നുകൊണ്ട് രാധികയോടും വരുണിനോടുമായിട്ട് കിഷോർ പറയുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ലാപ്ടോപ്പിൽ നിന്നും സുവർണയുടെ ശബ്ദം കേൾക്കുകയാണ്. ഞാനാ നിന്നെ കൊല്ലാൻ ലോറി ഏർപ്പാടാക്കിയത്. പക്ഷെ മാഡം വിചാരിച്ചാലൊന്നും അതിൻ്റെ പിന്നിൽ രാധിക മാമും വരുൺ സാറുമാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ വരുണ് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് രാധികയോട്, ഗീതു 4 എണ്ണം പൊട്ടിച്ചു കൊടുത്തപ്പോൾ സുവർണ നമ്മളെ ഒറ്റി. അപ്പം രാധിക പറയാം, അവളെ മാത്രം കുറ്റം പറയണ്ട, ഗീതു എത്ര നന്നായിട്ടാണ് നമ്മളെപ്പോലും ട്രാപ്പിൽപ്പെടുത്തിയത്. അപ്പം വരുണ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഗോവിന്ദേട്ടനെ കൊന്ന് AGM ഞാൻ തട്ടിയെടുക്കുമെന്ന് പറഞ്ഞത് അവൾ റെക്കോർഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു. അതുകൂടി കണ്ടിരുന്നെങ്കിൽ അമ്മ ഇവിടെ തന്നെ എന്നെ കുഴിച്ചു മൂടിയെന്നെ. അപ്പോഴേക്കും കിഷോർ അവിടെ വന്നിട്ട് ഒരു ചിരിയോടെ ചോദിക്കുന്നുണ്ട്, എല്ലാം കണ്ടു കഴിഞ്ഞോ? ഗീതു ക്യാമറ വെച്ച ആംഗിൾ കറക്റ്റായിരുന്നു അല്ലേ? അപ്പോൾ കുറച്ച് നേരത്തേക്ക് വരുണും രാധിക ഒന്നും മിണ്ടാതെ ഒരു ദേഷ്യം എന്ന പോലെ തന്നെയാണ് കിഷോറെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് രാധിക സ്വതസിദ്ധമായി അടവെടുക്കുകയാണ്. ഞങ്ങളൊരു വലിയ ട്രാപ്പിൽ നിന്ന് രക്ഷിച്ചത് നീയാണ്. ഇതിന് പകരം നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ കിഷോർ പൊട്ടി ചിരിക്കുകയാണ്. അവന് ചിരി നിർത്താൻ പറ്റുന്നില്ല. വീണ്ടും ചിരിച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്ന് വീണ്ടും ആ തീകായിന്നടുത്ത് തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം പരിഹസിച്ചുകൊണ്ട് അവരെ നോക്കാതെ തന്നെ പറയുന്നുണ്ട്, പഴയകാല കഥകളിൽ ദൈവം മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് വരം തരാമെന്ന് പറയുന്നത് പോലുണ്ട് നിങ്ങളുടെ ഈ ചോദ്യം. അപ്പോൾ രാധിക തലതാഴ്ത്തുകയാണ്. അപ്പോൾ കിഷോർ പറയും, ഈ പുതിയ കാലഘട്ടത്തിൽ ഞാനാണ് ദൈവം. ഇവിടെ ഞാൻ നിങ്ങൾക്കാണ് വരം തരേണ്ടത്. അപ്പോഴേക്കും വരുണ് ദേഷ്യത്തോടെ മുന്നോട്ട് ആഞ്ഞതും രാധിക പിടിച്ചു വെക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി വരുൺ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങൾക്ക് എന്ത് വരം തരുമെന്നാണ് പറയുന്നത്? അപ്പോൾ കിഷോർ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിക്കും, ഈ വീഡിയോ ഞാൻ ഗോവിന്ദ് സാറിനെ കാണിക്കാതിരിക്കുന്നത് ഞാൻ ചെയ്യുന്നൊരു വലിയ വരമല്ലേ? എന്നെ വെറും ഒരു ഇസ്പയുടെ 7-ാം കൂലിയാക്കി മേഡം എൻ്റെ മുന്നിൽ 10 കോടിയുടെ ഓഫർ വെച്ചു ഗീതുവിനെ ഇവിടുന്ന് കടത്താൻ. ഇപ്പോൾ ഈ വീഡിയോ ഗോവിന്ദ് സാർ കണ്ടാൽ എന്താവും? നിങ്ങൾ രണ്ടുപേരും AGM എന്ന് പുറത്താവും. അപ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ ഷോക്കാവുകയാണ്. കാരണം അത്രയും വലിയൊരു പ്ലാനാണ് അവർക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അവർക്ക് തന്നെ മനസ്സിലായി, ഗീതു കാണുന്നതിനേക്കാളും വലിയ പ്ലാനാണ്. രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് കിഷോർ പറയാണ്, അപ്പോൾ ഇനി എൻ്റെ ഡിമാൻഡ് ഞാനല്ലേ പറയേണ്ടത്? അപ്പം വരുൺ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ? അപ്പം നേരത്തെ പോലെ തന്നെ കിഷോർ പൊട്ടി ചിരിക്കുകയാണ് പരിഹസിച്ചുകൊണ്ട്. ഒരുപാട് ചിരിച്ചിട്ട് ആ കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് അവൻ വെറുതെ ഇങ്ങനെ നമ്മൾ ഓലിയൊക്കെ ഇടുമല്ലോ, അങ്ങനെ കൂയ് എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുകയാണ്. അതായത് ഇവരെ രണ്ടുപേരെയും കളിയാക്കാൻ എന്ന പോലെ. അതിനുശേഷം വീണ്ടും സീരിയസ് ആയിട്ട് രണ്ടുപേരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, എന്താ രണ്ടുപേരും പേടിച്ചു പോയോ? ഞാൻ നിങ്ങളെ വെറുതെ വട്ടാക്കിയതാ. വീണ്ടും കിഷോർ ആൾ മാറിക്കൊണ്ട് നാടകം കളിക്കുകയാണ്. അതിനുശേഷം പറയും, ഞാൻ നിങ്ങളുടെ വെറും ഒബീഡിയൻസ് സെർവൻറ്റ് മാത്രമായിരിക്കും. പക്ഷെ അപ്പോഴും രാധികയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കിഷോറിൻ്റെ കയ്യിലായി തങ്ങളെന്ന്. അപ്പം കിഷോർ പറയാണ്, ഗോവിന്ദ് സാറിനോ ഗീതുവിനോ ഞാൻ ഒരിക്കലും നിങ്ങളെ ഒറ്റിക്കൊടുക്കില്ല. അപ്പം രാധിക പറയാണ്, ഔദാര്യം വേണ്ട, നീ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലം വാങ്ങണം, എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കിഷോർ പരിഹാസത്തോടെ ചിരിച്ചിട്ട് പറയും, മാഡത്തിന് നിർബന്ധമാണെങ്കിൽ ഒരു ചെറിയ തുക, അത് ഒരു 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തേക്ക്. അപ്പോൾ വരുണ് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഡാ നീ ഡബിൾ ഗെയിം കളിക്കുക, ഒരേ സമയം നീ വിധേയനും യജമാനനും ആവാൻ ശ്രമിക്കുകയാണോ? അപ്പോൾ രാധിക വരുണിനെ തടയാണ്, വരുൺ മിണ്ടാതിരിക്ക്. അതിനുശേഷം കിഷോറിനോടായിട്ട് പറയാണ്, അക്കൗണ്ട് നമ്പർ അയച്ചാൽ പണം ട്രാൻസ്ഫർ ചെയ്തേക്കാം. അതിനുശേഷം കിഷോറിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയും, പക്ഷേ എൻ്റെ മുൻപിൽ വെച്ചിട്ട് നീ വീഡിയോസ് മുഴുവൻ ഡിലീറ്റ് ചെയ്തേക്കണം. അപ്പോൾ ചിരിച്ചുകൊണ്ട് കിഷോർ പറയും, മാഡത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷനായ ഞാൻ എവിടെയൊക്കെ ഇതിൻ്റെ കോപ്പികൾ സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പം വരുണും രാധികയും വീണ്ടും ഞെട്ടുകയാണ്. അപ്പം കിഷോർ പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ പരസ്പരം വിശ്വാസമാണ് ആദ്യം പ്രധാനം. ഞാൻ ചതിക്കില്ലെന്ന് വിശ്വസിക്കാം, അതേപോലെ ഇതും. പിന്നെ നമ്മുടെ മുൻകരാറിന് മാറ്റമൊന്നുമില്ല, ഗീതുവിനെ ഞാനിവിടുന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പോൾ രാധിക വീണ്ടും പറയാം, അവളെ ഒന്ന് ഒഴിവാക്കി തന്നാൽ ഞാൻ നിനക്ക് 10 കോടി തികച്ചു തരും. അപ്പോൾ കിഷോർ വാക്ക് കൊടുക്കുകയാണ്, അധികം താമസമില്ലാതെ അത് നടക്കും. ഗീതുവിനെ എന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ശത്രുവാണെന്ന് എനിക്ക് ചിലപ്പം വരുത്തി തീർക്കേണ്ടി വരും, അതിൽ എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ നേരെ ചാരിയിരിക്കുകയാണ് കിഷോർ. അപ്പം രാധിക അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയും, ഒരിക്കലുമില്ല, നിൻ്റെ പ്ലേയിൽ നിനക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഞങ്ങളുടെ തലയ്ക്ക് മേലെ വളരാൻ ശ്രമിക്കരുത്. അപ്പോൾ കിഷോർ തിരിച്ചു പറയാണ്, ഞാൻ ശ്രമിക്കാം മാഡം. അപ്പോൾ രാധികക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ശ്രമിച്ചാൽ പോരാ, നിൻ്റെ വളർച്ച ഞങ്ങളുടെ തണലിൽ മാത്രമാവണം.
അപ്പോൾ കിഷോർ വീണ്ടും ചിരിക്കുകയാണ്. അതിനുശേഷം പറയാം, ഭൂമിക്കടിയിൽ കിടക്കുന്നൊരു വിത്ത്, അതിനെ വെള്ളവും വളമിട്ട് നിങ്ങൾ വളർത്തി. ഇപ്പം അതൊരു ചെറിയ ചെടിയാണ്. പക്ഷെ അതിൻ്റെ വളർച്ച നിങ്ങൾക്കോ ആ ചെടിക്കോ പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ എന്ന് ചോദിച്ചിട്ട് രാധികയോടും വരുണിനോട് ചോദിക്കണം. അപ്പോൾ രണ്ടുപേരും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പം കിഷോർ വീണ്ടും പറയുന്നുണ്ട്, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, അതാവും നല്ലത്. അപ്പോൾ രാധിക പറയാണ്, സംസാരം മതിയാക്ക്, പിരിയാം. ഓക്കെ, അതിനു മുമ്പ് എനിക്ക് വരുൺ സാറിനോട് തനിച്ചൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ വരുൺ ചോദിക്കും, എന്താ? ഒന്ന് വാ സാറേ, വാ എന്നും പറഞ്ഞിട്ട് കിഷോർ ലാപ്ടോപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് നീങ്ങുകയാണ്. അപ്പോൾ പിന്നാലെ തന്നെ വരുണും. അതിനുശേഷം കിഷോർ അവൻ്റെ കാറിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ട് ചൂളടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വരുണും അങ്ങോട്ടെത്തി. അപ്പം ചൂളടിക്കുന്നിടത്ത് നിന്ന് വരുൺ കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്തിനാ വിളിച്ചേ? അപ്പം തിരിഞ്ഞ് വരുണിന് നേരെ തിരിഞ്ഞിട്ട് കിഷോർ പറയാണ്, ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ മേഡം കാണാതെ മാറ്റി വെച്ചിരുന്നു, അതും കൂടി നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ വരുണിന് ഏകദേശം പിടികിട്ടി എന്തായിരിക്കും അത് എന്നുള്ളത്. അപ്പോൾ കിഷോർ വീഡിയോ ഓണാക്കിയിട്ട് പ്ലേ ചെയ്യുകയാണ്. അപ്പം തീർച്ചയായിട്ടും വരുൺ ഒറ്റയ്ക്ക് ഗീതുവിനോട് പോയി സംസാരിച്ച ഡയലോഗുകളായിരുന്നു. നിന്നെ മാത്രമല്ല, നിൻ്റെ ഭർത്താവായിട്ടുള്ള ഗോവിന്ദ് മാധവനെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വരുണ് ഷോക്കാവാണ്. അതിനുശേഷം ലാപ്ടോപ്പ് ഓഫാക്കിക്കൊണ്ട് കിഷോർ പറയാണ്, ഈ ഡയലോഗ് വരുൺ സാർ ഗീതുവിൻ്റെ പിന്നാലെ പോയി പറഞ്ഞതാ. അതിനർത്ഥം രാധിക മേഡത്തിന് ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കാൻ താല്പര്യമില്ല എന്നാണ്. അപ്പോൾ വരുൺ ഇങ്ങനെ ഞെട്ടിയിട്ട് ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് ദേഷ്യത്തോടു കൂടി. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, രാധിക മാമിൻ്റെ ശത്രു ഗീതു മാത്രമാണ്. ഏട്ടനെയും ഏട്ടത്തമ്മയെയും ഒരുമിച്ചില്ലാതാക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ആം ഐ റൈറ്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, 1 കോടി രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് വരും, അതും വാങ്ങി അടങ്ങിയിരുന്നോണം എന്ന് പറഞ്ഞ് കിഷോർ നേരെ വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ കിഷോർ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. എൻ്റെ ഒരു സംശയം കൂടി തീർത്താൽ നന്ന്, ഞാനങ്ങ് പോയിക്കോളാം സാറേ. ചോദിക്കട്ടെ? അപ്പോൾ വരുൺ പറയും, നീ ചോദിക്ക്, പക്ഷേ പറയാൻ പറ്റുന്ന മറുപടി ആണെങ്കിലേ ഞാൻ പറയൂ. സിമ്പിൾ ക്വസ്റ്റ്യനാ. ശരിക്കും ഈ കഥയിൽ യഥാർത്ഥ വില്ലൻ ആരാ? അപ്പോൾ വരുണും അതുപോലെ തന്നെയാണ് പറയുന്നത്, ഒരു സംശയവും വേണ്ട, അത് ഞാനാ. ഗീതുവിനെയും ഗോവിന്ദേട്ടനെയും ഇല്ലാതാക്കി അറക്കല്ല സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഞാൻ തന്നെയാണ് റിയൽ വില്ലൻ. അപ്പോൾ കിഷോർ പൊട്ടിച്ചിരിക്കുകയാണ് അത് കേട്ടിട്ട്. കിഷോർ നേരത്തെ പോലെ തന്നെ ചിരി നിർത്താൻ പറ്റാതെ പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം വരുണിനോടായിട്ട് പറയാണ്, വരുൺ സാറ് ഇന്നലെ വരെയുള്ള വില്ലനായിരുന്നു എന്ന് പറയണം. അതിനുശേഷം വരുണിൻ്റെ അടുത്തായിട്ട് പോയിട്ട് നിന്നിട്ട് പറയും, ഇന്നു മുതൽ റിയൽ വില്ലൻ ഞാനാ. അപ്പോൾ അതിനുശേഷം അവർ രണ്ടുപേരും കണ്ണുകൾ ഓർത്ത് പരസ്പരം നിൽക്കുകയാണ്. കിഷോറിൻ്റെ കണ്ണ് നിറച്ചും പകയും പ്രതികാരമൊക്കെ ആയിരുന്നു. ഈ പരിസരത്ത് മണ്ണും ചാരി നിന്ന ഞാൻ. അതിനുശേഷം പെട്ടെന്ന് തന്നെ മൂഡ് മാറ്റുകയാണ്. ചിരിച്ചുകൊണ്ട് വരുണിനെ തോളിൽ തട്ടിയിട്ട് പറയും, ഹേയ് കൂൾ, ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്ക് വില്ലൻ്റെ നിഴലായിട്ട് നിന്നാൽ മാത്രം മതി. അതിനുശേഷം വീണ്ടും ചൂള അടിച്ചുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് കിഷോർ കാറിൽ കയറിയിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. രാധികനെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ രാധികക്ക് ആകെ മൊത്തം ഒരു സംശയമാവും, എന്താ വരുണിനോട് തനിച്ച് പറയാനുണ്ടായിരുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് ആ ഒരു സംശയത്തോട് കൂടി തന്നെയാണ് വരുണിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവനെന്താ രഹസ്യം പറഞ്ഞത്? അപ്പോൾ വരുണ് പെട്ടെന്ന് പറയുന്നത്, അവൻ സൈക്കോ ആണ്, ഇനി അങ്ങോട്ട് അവനാണ് റിയൽ വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ രാധിക ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, 1 കോടി കൊണ്ടൊന്നും അവൻ അടങ്ങില്ല, കൂടുതൽ ചോദിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും അവൻ്റെ പദ്ധതി. ശേഷം വരുൺ പറയാണ്, 1 കോടി രൂപ അവൻ്റെ വായ്ക്കരിയിടുന്നതിന് പകരം 10 ലക്ഷം രൂപ കരൺ നായിക്കിന് കൊടുത്താൽ അവനെ അങ്ങ് തീർക്കാം. അപ്പം ദേഷ്യത്തോടു കൂടി രാധിക ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ പ്രയോജനം? ആ ഗീതുവിനെയും ഗോവിന്ദിനെയും തമ്മിൽ തെറ്റിക്കാൻ നിൻ്റെ കരൺ നായിക്കിന് പറ്റുമോ? കരൺ നായിക്ക് അടക്കം പലരെയും നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, എന്നിട്ടെന്താ ഒരുത്തനെയും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പക്ഷെ കിഷോർ, അവൻ ഇന്ന് നമ്മുടെ മുമ്പിൽ നിന്നത് അവൻ്റെ കഴിവ് തെളിയിച്ചിട്ടാ. ഇങ്ങനെയുള്ളവരെ നമ്മുടെ സഹായികളായല്ല, സമന്മാരായി വേണം കരുതാൻ. തോളിനൊപ്പം കൈവച്ചിട്ട് രാധിക വരുണിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വരുൺ അതും തീർച്ചയായിട്ടും ഒരു അടി തന്നെയാണ്. കാരണം വരുണിൻ്റെ കഴിവുകേടാണല്ലോ മറ്റുള്ളവരെ കഴിവായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തായാലും തീർച്ചയായിട്ടും കിഷോറിൻ്റെ കളികൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് ആദ്യം തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.